ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് മസ്കറ്റിലോട്ട് പോവാണ്, ട്രിവാൻഡ്രം ടു മസ്കറ്റ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ റെഡി ആയിരിപ്പുണ്ട്. ഇന്നലെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാറിൽ. അപ്പോൾ ഋതു ഇറങ്ങിയിട്ടുണ്ട്. ഋതു പാവട്ടോ, ചമയ്ക്ക് വിഷമം ഋതുവിനെ പിരിയുന്നതിൽ. ഋതു വരുന്നില്ല എന്ന് പറയുന്നത്, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോകും ഗൈസ്. ഋതു വരണ ഇല്ലല്ല, ചമ്മനോട് നിൽക്കണേ. ഇവിടെ നിന്നാ മതി, നമ്മളോട് വരണ്ട ഗൈസ്. ഋതു ഇന്നലെ വരെ വരുന്നില്ല നമ്മളോട് വരുന്നില്ല, അച്ഛമ്മേനോട് നിക്കാന്ന് പറഞ്ഞിട്ട് രാവിലെ ആകുമ്പോ മാറി ഗൈസ്. വരുന്ന നീ ഉടായിപ്പാണ് ഗൈസ്, ഉടായിപ്പ്. ഋതു പറ്റിച്ചമ്മ ഗൈസ്. അപ്പോ ചേട്ടൻ ഹസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ റെഡി ആയിട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് 10:45. ഫസ്റ്റ് പറഞ്ഞത് ഡിലേ ആയിട്ടോ, കുറച്ച് ആദ്യം 8:30 അപ്പോൾ കുറച്ച് ഡിലേ ആയി. നേരത്തെ അറിഞ്ഞതിൽ ഭാഗ്യം, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി വെറുതെ കുത്തിയിരുന്നേന്. സമ്മതിച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് തിരിച്ചു വരുന്നതാണ്. ബാഗിൽ വെക്കാൻ തോന്നുന്നത് ആരെങ്കിലും കരയ്ക്ക് അടിക്കാനാണ്. എല്ലാരും ഇറങ്ങി ഗൈസ്. ബാബു, അരെ ബാബു, നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പൊ പോവാ ഇറങ്ങി ഗൈസ്. ഇത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അവിടെ പോയിട്ട്, എന്നാലും ഞാൻ ശ്രമിക്കും. സ്റ്റാൻഡൊക്കെ കൊണ്ടാണ് പോകുന്നത്. ആളുമൊക്കെ ഇറങ്ങിട്ടോ ഗൈസ്. എൻ്റെ സ്ഥലം മിസ് ചെയ്യും, എൻ്റെ ഇവിടെയൊക്കെ ഞാൻ മിസ് ചെയ്യും ഗൈസ്, എൻ്റെ വീഡിയോസ്. അപ്പോൾ പോവാ ഇറങ്ങാം. ബൈ. ആളു കൊണ്ടാക്കാൻ ആക്റ്റീവയാണ് ഗൈസ് വരുന്നത്. ഗൈസ്, നമ്മളങ്ങനെ എയർപോർട്ട് എത്തി ഗൈസ്. എന്നെ ട്രോള് കാണും ഗൈസ് എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട്. തിരിച്ചു വരുമ്പോൾ ഏതവസ്ഥയാണെന്ന് ആർക്കും അറിയാം. മിസ് ചെയ്യും ഗൈസ് നമ്മുടെ കിച്ചിച്ചാറിനെ. ഗൈസ് കറുത്ത് ഉണങ്ങിപ്പോകും ഗൈസ്, ഭയങ്കര വെയിലല്ലേ. ഓക്കെ എടി, നീ എന്റെ കൊച്ചിന് ഗൈസ്. എന്തിനാ കൊടുക്കുന്നു ഗൈസ്? തമ്മോ കാണും. ഡാഡി ഞാൻ പോവാണ്. ഡാഡിക്ക് എന്തെങ്കിലും എൻ്റെ പറയാനുണ്ടോ? ഒന്നും പറയാനില്ല, ഓടിപ്പോയിട്ടോ. ചേച്ചി ഞാൻ പോവാണ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരത്തെ പറയണം. അമ്മ, അമ്മയ്ക്ക് വിഷമം ഉണ്ടോ അമ്മ ഞാൻ പോണേല്? ഇല്ല. ഗൈസ് നാണം കിടത്തും ഗൈസ്, ആർക്കും ഒരു വിഷമം ഇല്ല കണ്ടോ. എൻ്റെ അമ്മയ്ക്ക് മാത്രം വിഷമമുണ്ട്. അത് ഞാൻ പോണോണ്ടല്ല, അത് കൊച്ചു പോണോണ്ട് മാത്രം. എന്നെ ആർക്കും വേണ്ട.
ചേട്ടാ അനിയത്തി പിരിയുന്നതിൽ വിഷമമുണ്ടോ? ഇത് കരയണ എന്തിനു? കരയില്ലേ ഗൈസ്? ഇത് കരയണതല്ല, ജലദോഷം. ഗൈസ് മാളമ്മ കരയുന്ന കണ്ടോ ഞാൻ പോകുന്നത്? കണ്ണീന്ന് വെള്ളം വന്ന കണ്ട ഒരാൾ പോലും കരയുന്നില്ല ഗൈസ്. ശോകം. മിസ് ചെയ്യില്ല, നമ്മൾ നല്ല മിസ് ചെയ്യട്ടെ. നമ്മൾ എപ്പോഴും നൈറ്റ് റൈഡാണ്. ഇനി നൈറ്റ് റൈഡൊന്നും പോകാൻ പറ്റൂല. ബൈ. ഇത് മഞ്ജു ചേച്ചി തള്ളിക്കൊണ്ട് പോകുന്നു ഗൈസ്. ചേച്ചിക്ക് പണി കൊടുക്കും. നമ്മളിനി ചെക്ക് ഇൻ ചെയ്യണം കേട്ടോ. അതിന് വേണ്ടി പോവാ. എൻ്റെ ഞാൻ ചേച്ചിയെ കൊണ്ട് തള്ളിപ്പിക്കും. പാവം ഗൈസ്, എനിക്ക് വേണ്ടി തള്ളുന്നുണ്ടോ. ചെക്ക് ഇൻ കഴിഞ്ഞിട്ട് ചേച്ചിയുടെ എൻ്റെ വീട്ടിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അവിടെ കുറച്ച് ദിവസം നിന്നിട്ടാണ് നമ്മൾ വീട് നോക്കിയിട്ട് ചെയ്യണം. ഗൈസ് ഋതുവിന് വിഷമം ഗൈസ്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മുടെ കൊണ്ടുവന്ന ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. അവർ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ്. നമ്മൾ പറഞ്ഞ വെയിറ്റ് ആണോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതായാലും നമ്മൾ കൊണ്ടുവന്ന വെയിറ്റ് കുഴപ്പമില്ലായിരുന്നു, അതുകൊണ്ട് കയറ്റി വിട്ടു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ബോഡി പാസ് അതൊക്കെ എടുക്കണം. അപ്പോൾ അത് മേലെ പോയിട്ടാണ് എടുക്കാൻ. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ കാണാനും പോകണം. അപ്പോൾ ഓരോ ബാഗായിട്ട് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി നമ്മൾ വൈറലാക്കും ഗൈസ്. സീരിയലിലൊക്കെ വിളിക്കാൻ താല്പര്യമുള്ളവർ വിളിച്ചോ ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മുടെ ബാഗൊക്കെ ചെക്ക് ഇൻ ചെയ്തു. ഒരു കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അമ്മേനെയൊക്കെ വെളിയിൽ പോണ്ട്. അമ്മ, അച്ഛൻ, കിച്ചുചേട്ടൻ, മാളു, സുചിച്ചി, ചേട്ടൻ എല്ലാവരും വെളിയിൽ പോണ്ട്. നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് അവർ പുറത്ത് പോവുള്ളൂ. എന്ന് വെച്ചാൽ വെയിറ്റ് ഓവർ വല്ല സാധനം ഉണ്ടെങ്കിൽ അവരെ കയ്യിൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് നിർത്തിയതാണ്. അപ്പം നമുക്ക് അവരെ കാണാം. കണ്ടിട്ട് അച്ചാമ്മയ്ക്ക് ഒന്നും കൂടെ ടാറ്റ കൊടുത്തിട്ട് നമുക്ക് പോവാം കേട്ടാ. ടാറ്റാ. പാവം അമ്മ കരയുകയാണ്. അമ്മ അടുത്ത മാസം വരും ഗൈസ്. പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ മേളിൽ പോകണം. ഇനി അടുത്ത് നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ അച്ഛനും അമ്മയൊക്കെ പോയിട്ടോ. അപ്പോൾ അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മസ്കറ്റ് ഫ്ലൈറ്റ് വൈകിയെന്ന്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നലെ നമുക്ക് മെസ്സേജും കാര്യങ്ങളും അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ വൈകിയെന്ന്. അപ്പോൾ കുറച്ച് പേര് അറിയാത്തവരും ഇതുപോലെ വന്നു കാണും, കുറേ പേര്. അപ്പോൾ ഓൾറെഡി എല്ലാവരും ബോഡി പാസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമേ ഇനി ഉള്ളെന്ന് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഒരു സെക്ഷൻ ഉണ്ട് ബോഡി പാസിൻ്റെ. നമ്മുടെ വാച്ചും കാര്യങ്ങളും ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, എല്ലാം ഊരി വെച്ചിട്ടാണ് അവർ ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ഫുഡ് കിട്ടി കേട്ടോ. അവിടെ നിന്ന് ലേറ്റ് ആയതുകൊണ്ട് ഇത് പിടിച്ചോട്ടോ. ഇതൊക്കെയാണ് കേട്ടോ ലേറ്റ് ആയതുകൊണ്ട്. കണ്ണമ്മ ആത്തി കണ്ണമ്മ കഴിക്കുകയാണ് ഗൈസ്.
ഇത് മണ്ട വേടി. എവിടെ പോവാ? എൻ്റെ അടുത്ത് പോവാണോ? എവിടെ പോവാ? टिप को बकल में डालें और स्टॉक को खींचकर उसे कस लीजिए। बेल खोलने के लिए क्लैप उठाइए और दोनों चोरों को अलग कर दीजिए। कैबिन में हवा का दबाव कम होने पर ऊपर बने पैनल से ऑक्सीजन मास्क अपने आप नीचे आ जाएगी। ऑक्सीजन मास्क को अपने और कीजिए, नाक को मुकर लगाइए और सामान्य रूप से सांस लेते रहें। അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി കേട്ടോ. അങ്ങനെ അവിടെ കുറേ എയർപ്ലെയിൻസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. റിതു നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. ആൾ മുമ്പ് കയറിയിട്ടുണ്ടെങ്കിലും അത്ര ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ 1.5 വയസ്സ് ഏതാണ്ട് ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മക്കുറവുണ്ട്. അപ്പോൾ അവൾ നല്ല സൂപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പൊങ്ങാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ഞാൻ ഇത് മുമ്പ് കയറിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. എന്നാലും നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ പോകുന്നത് കാണാൻ. ഓരോ എയ്റോപ്ലെയിൻസും ഇൻഡിഗോ പ്ലെയിൻസ് ആണ് പോയത്. അപ്പോൾ നമ്മുടെ എയ്റോപ്ലെയിൻ ജസ്റ്റ് ഇങ്ങനെ പൊങ്ങുകയാണ്. ഈ വ്യൂ കാണാൻ ഒരുപാട് നല്ല രസമാണ് കേട്ടോ. പക്ഷേ നൈറ്റിലാണെങ്കിൽ നമ്മുടെ ലൈറ്റ്സും കാര്യങ്ങളും പൊള്ളി വ്യൂ ആയിരിക്കും. പക്ഷെ കുറച്ചും കൂടെ പോയാൽ നമ്മുടെ മേഘങ്ങൾ മാത്രം ഇരുട്ടായി പോകും. അപ്പോൾ നമ്മൾ വ്യൂ ആണെങ്കിൽ ഇങ്ങനെ നൈറ്റിലല്ലാതെ പോയാൽ ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടെ ഉയരത്തിൽ പോകുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ മേഘത്തിൻ്റെ പൊങ്ങിയാണ്, മേഘം താഴെയും നമ്മൾ അതിൻ്റെ മേളിലുമായിട്ട് തോന്നും. അങ്ങനെയാണ് സംഭവം. സൂപ്പർ പൊളി വ്യൂ ആണ്. അപ്പോൾ ചേട്ടനും ഋതു ഉറക്കമായി കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും ഉറങ്ങാനുള്ള ഒരു തന്ത്രപ്പാടിലാണ്. അങ്ങനെ ഞാനും അത് കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങി. അതിനുശേഷം നമ്മുടെ ഒമാൻ എത്തിയിട്ടുണ്ട്. ഗായ്സ്, നമ്മളങ്ങനെ മസ്കറ്റ് എത്തി ഗായ്സ്. അല്ല ഗായ്സ്, ഋതു ഇവിടെ എത്തി, മസ്കറ്റിലെത്തി ഋതു. അങ്ങനെ ട്രിവാൻഡ്രം ടു മസ്കറ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ ഒമാൻ്റെ വ്യൂ വരുന്നത്. നമ്മളെല്ലാം ചെറിയ ചെറിയ കെട്ടിടങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളിനി അവിടെ ലാൻഡ് ചെയ്യാൻ പോവാണ് ഒമാനിൽ. അപ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സത്യം പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. നമ്മുടെ നാട് പോലെയോ അല്ല. പുറത്തുള്ള രാജ്യങ്ങൾ അറിയാമല്ലോ എത്രത്തോളം ചൂട് കാണുമെന്ന്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു ഗൈസ്. എന്ന് വെച്ചാൽ എയർപോർട്ടിന് പുറത്ത്, ബാക്കിയെല്ലാം AC ആണല്ലോ എയർപോർട്ടിൻ്റെ അകം മൊത്തം. സത്യം പറഞ്ഞാൽ സൂപ്പർ വ്യൂ ആണ് കേട്ടോ ഈ എയർപോർട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിനേക്കാളും ഇവിടുത്തെ എയർപോർട്ട് ഒരു രക്ഷയില്ല. അത്രയും സമ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ സൂപ്പറാണ് കേട്ടോ. അങ്ങനെ അവിടെ ഒരുപാട് പ്ലെയിൻ ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ അടുക്കി ഇട്ടിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രം അവിടെയാണെങ്കിൽ 1-2 കാണുന്നത്. ഇവിടെ പക്ഷേ ഇങ്ങനെ അടുക്കി ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ഋതുവിനാണെങ്കിൽ ദോണ്ടേ അമ്മ ഫ്ലൈറ്റ് ഇങ്ങനെ പറയാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആള് ഓരോ ഫ്ലൈറ്റും കാണുമ്പോൾ ആൾക്ക് എക്സൈറ്റ്മെൻറ്റാണ്. പക്ഷെ ആള് ഒമാനിൽ വരുന്നതെന്ന് വെച്ച് ഒരു മടിയും കാണിച്ചില്ല. ചില പിള്ളേർക്കാണെങ്കിൽ മടിയായിരിക്കും. പക്ഷെ അവൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എനിക്ക് ഒമാനിൽ അച്ഛൻ്റെ കൂടെ പോകണം അങ്ങനെയൊക്കെയാണ് പറഞ്ഞോണ്ട് ഇരുന്നത്. പക്ഷെ ലാസ്റ്റ് നിമിഷത്ത് പറഞ്ഞു വരുന്നില്ല, അച്ചാമ്മയുടെ കൂടെ നിൽക്കാമെന്ന്. എന്നിട്ടും മാറി. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രിവാൻഡ്രം കണ്ട പോലെ തന്നെയാണ് ഇവിടെ ഓരോ സംഭവവും, ബോഡി പാസ് ഇങ്ങനത്തെയൊക്കെ ഓരോ ഇതില്ലേ, അവരിങ്ങനെ ചെക്ക് ചെയ്യും. എന്നിട്ടാണ് നമ്മുടെ പുറത്ത് വിടുക. പിന്നെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഇതാണ് നമ്മുടെ എയർപോർട്ടിലെ വ്യൂ വരുന്നത്. കണ്ടോ, ഇത് സൂപ്പറല്ലേ, പൊളിയല്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടുത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളും ലൈറ്റ്സും എല്ലാം. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഋതുവിന് ടോയ്ലറ്റിൽ പോകാമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ സൈഡിലുള്ള ഗേൾസിനും ഫീമെയിൽസിനും ഉണ്ട്, അങ്ങോട്ട് പോവുക. അതിനുശേഷം നമ്മൾ നടന്ന് ഇതിൽ കൂടെ ഈ ലൈറ്റ് കത്തിയിരിക്കുന്നതോടെ അത് നമുക്ക് പോകാനുള്ള സ്ഥലമാണ്. വേണമെങ്കിൽ നടന്നു പോകാം, അല്ലെങ്കിൽ ഇതുപോലെ കയറിപ്പോവാം. അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഋതുവിന് ഇതിൽ കയറണമെന്ന് പറഞ്ഞു കേട്ടോ. അതാണ് നമ്മൾ ഇതിൽ കയറി, അല്ലെങ്കിൽ നടന്നു പോകത്തേ ഉള്ളൂ വെള്ളിക്കൂടെ. പിന്നെ അടുത്തിങ്ങനെ കുറച്ചും കൂടെ പോയാൽ നമുക്ക് അടുത്ത് ചെക്കിങ്ങിൻ്റെ ഏരിയ ഉണ്ട്. അപ്പോൾ അവരാണെങ്കിൽ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫാമിലി വിസയും അല്ലാത്ത നോർമലായിട്ടുള്ള വിസയും. അപ്പോൾ ഫാമിലി വിസയായ ഈസി ആയിട്ട് നമുക്ക് പോയി ചെക്ക് ചെയ്യാൻ പറ്റും. കണ്ട ഈ ക്യൂ നിൽക്കുന്നതെല്ലാം സിംഗിളായിട്ടുള്ള വിസയാണ്. ബാക്കി എല്ലാവരും ഫാമിലി വിസ. ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അവർ.
എന്നിട്ട് നമുക്ക് താഴെ അവിടെ നല്ല വെള്ളം പോകുന്ന ഇതൊക്കെ വ്യൂ ഒക്കെ കണ്ടായിരുന്നു, സൂപ്പറാണ് കേട്ടോ. പിന്നെ താഴെ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ബാഗ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ബാഗ് ഇങ്ങനെ കുറേ ബാഗ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ നീല കളർ ബാഗ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബാഗ്, പക്ഷേ ഈ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് മെനക്കേടാന്ന് വെച്ചാൽ കുറച്ച് നേരം നിൽക്കണം. എന്ന് വെച്ചാൽ കറങ്ങി കറങ്ങി നമ്മൾ ഒരു പ്രാവശ്യം കണ്ടില്ലെങ്കിൽ പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്ത് കറങ്ങി കറങ്ങി വരും കേട്ടോ. പിന്നെ ചിലവരെ ബാഗ് താമസിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ചേട്ടനും 2 ചേട്ടന്മാരും കൂടെ ഷോപ്പിൽ കയറി. അപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള വീഡിയോസ് ഞാൻ ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.